നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്ന കളമശ്ശേരിയിലെ ആശിഷ് കൺവെൻഷൻ സെൻറ്ററിൽ 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് പ്രസ്തുത ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. നിയമ, വ്യവസായ, കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് മുഖ്യാതിഥിയാവുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കുന്നു. സംസ്ഥാന സഹകരണ യൂണിയനും സഹകരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ആഘോഷ പരിപാടികൾ നവംബർ 14 മുതൽ 20 വരെയാണ് നടത്തപ്പെടുന്നത്. നമുക്ക് ഈ ചടങ്ങിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിട്ട് വരാം. ചടങ്ങിലേക്കെത്തിയ വിശിഷ്ട വ്യക്തികളെ സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ ശ്രീ കോലിയക്കോട് N കൃഷ്ണൻ നായർ സ്വാഗതം ചെയ്തു. സഹകരണ മേഖല കൂടുതൽ ഊർജ്ജസ്വലമായി കൊണ്ടിരിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. ഇപ്പോ സഹകരണ മേഖലയിൽ കൂടുതൽ ഊർജ്ജസ്വലത വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നിയമപ്രകാരം തന്നെ 40 വയസ്സിൽ താഴെയുള്ള നിശ്ചിത എണ്ണം ആളുകൾ ഓരോ ബോർഡിലും ഉണ്ടാകണമെന്നതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പത്തിന്റെ ഊർജ്ജസ്വലതയും നല്ലതുപോലെ സഹകരണ മേഖലയിൽ കടന്നു വരുമെന്നാണ് അത് കാണിക്കുന്നത്. കൂടുതൽ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടു പോകാൻ നമുക്ക് കഴിയണം. അതിനുള്ള എല്ലാ സാഹചര്യവും ഇവിടെയുണ്ട്. എല്ലാവരും സഹകരണ മേഖലയോടൊപ്പം ഉണ്ട്. അത് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സഹകരണ മേഖലയുടെ കരുത്തുകളെല്ലാവരും പിന്നാലെ വരുന്നതല്ല. അങ്ങനെയാണ് നാം വന്ന് തുടങ്ങിയത്. നേരത്തെ തുടക്കം മുതലേ ഈ രീതിയിലാണ്. എല്ലാവരും സഹകരണ മേഖലയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ അഭിപ്രായക്കാരും സാധാരണഗതിയിൽ സഹകരണ മേഖലയെ സഹായിക്കുന്ന കൂട്ടത്തിലുണ്ട്. എന്നാൽ സഹകരണ മേഖലയുടെ തകർച്ചക്കടയാക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നത് എപ്പോഴും ജാഗ്രതയോടെ നാം നിരീക്ഷിക്കേണ്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉയർത്തി പോകാൻ നമുക്ക് കഴിയണം. എല്ലാ ഘട്ടത്തിലും നമുക്കത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് കക്ഷി രാഷ്ട്രീയം ഒരു ഘട്ടത്തിലും തടസ്സമായിട്ടില്ല. ഇതാണ് ഊന്നൽ. കക്ഷി രാഷ്ട്രീയം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതല്ല. അത് കേരളത്തിലും രാജ്യത്തിലും നിലനിന്നു പോകും. പക്ഷെ സഹകരണ മേഖലയെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള നടപടി വരുമ്പോൾ അതിനെതിരെ സഹകരണ മേഖലയുടേതായ ഒരു യോജിപ്പ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ യോജിപ്പ് ഇനിയും നല്ല രീതിയിൽ നമുക്ക് തുടരാൻ പറ്റണം. കൂടുതൽ നല്ല നിലവാരത്തിലേക്ക് നമ്മുടെ സഹകരണ മേഖലയ്ക്ക് പുതുചേരാൻ കഴിയണം. അത്തരം ചർച്ചകളായിരിക്കണം നിങ്ങൾ ഈ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി നടത്തേണ്ടത്. കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ശോഭനമായ ഭാവിയാണുള്ളത്. അതിനുതകുന്ന ചർച്ചകൾ സമ്പന്നമാകട്ടെ ഈ സഹകരണ വാരാഘോഷ പരിപാടികൾ എന്ന് ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഇത്തവണത്തെ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്നേഹാഭിവാദം. വ്യാവസായിക മേഖലയിൽ കേരളത്തിന്റെ പേര് അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നിട്ടുണ്ടെന്നും അത് തുടരണമെന്നും മന്ത്രി VN വാസവൻ അധ്യക്ഷ പ്രസംഗത്തിൽ ആശംസിച്ചു. ഈ അടുത്ത കാലത്ത് ജോർദാനിൽ വെച്ച് ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് അലയൻസിന്റെ നേതൃത്വത്തിൽ ഉച്ചകോടി നടക്കുകയുണ്ടായി. ആ ഉച്ചകോടിയിൽ ഈ മഹാഭാരതത്തിൽ നിന്ന് ഒരേ ഒരു സംസ്ഥാനത്തെ ക്ഷണിച്ചുള്ളൂ. അത് ഈ കേരളത്തെയാണ് എന്ന അഭിമാനത്തോടെ ഞാൻ ചൂണ്ടിക്കാണിക്കും. എന്തുകൊണ്ടാണ് കേരളത്തെ ക്ഷണിച്ചത്? നമ്മളെല്ലാം ചേർന്ന് ഈ കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് മുന്നോട്ട് വന്നപ്പോ ആഗോളതലത്തിൽ പരിശോധിച്ചപ്പോ അവർക്ക് മനസ്സിലായി കോപ്പറേറ്റീവ് സെക്ടർ ഏറ്റവും നല്ല രൂപത്തിൽ വളർന്നു നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യ ഗവൺമെന്റ് ക്ഷണിച്ചിരുന്നു. ബഹുമാനായ അമിത്ഷാ അന്ന് തെരഞ്ഞെടുപ്പ് കാരണമായിരിക്കും അദ്ദേഹം വന്നില്ല. അപ്പോൾ ഒരു അവസരം കിട്ടി. യഥാർത്ഥത്തിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കാൻ കേരളത്തിൽ നിന്ന് പങ്കെടുത്ത് എനിക്ക് അവസരം ലഭിച്ചു എന്ന സന്തോഷ വാർത്ത കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. 823 ശാഖകളുമായി ആ കേരള ബാങ്ക് 1,60,000 കോടി രൂപയുടെ ബിസിനസ് നടത്തുന്നതും ഒപ്പം ന്യൂജൻ ബാങ്കിനോടൊപ്പം കമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ അവിടെ ATM-ഉം മൊബൈൽ ബാങ്കിങ്ങും ഇന്റർനെറ്റ് ബാങ്കിങ്ങും അതേപോലെ RTGS നെറ്റും IMPS-ഉം എല്ലാം കൊണ്ട് കേരള ബാങ്ക് ആധുനിക ബാങ്കിങ് രംഗത്ത് കടന്നു വന്ന് നേട്ടങ്ങൾ കൈവരിച്ചതിന്റെ ഉള്ളടക്കവും UNCC-യും എല്ലാം വിശദീകരിച്ചു കഴിഞ്ഞപ്പോ അവർ കേട്ടിരുന്നവരും പ്രസിഡിയവും നമ്മളെ അഭിനന്ദിക്കുകയും എല്ലാ രംഗത്തും ആ ഉച്ചകോടി ഏറ്റവും മുന്നിട്ട് നിന്ന സംസ്ഥാനം രാജ്യം എന്ന കേരളമായിരുന്നു എന്ന അഭിമാനത്തോടെ പറയുകയാണ്. നമ്മുടെ ഗ്രാമീണ ജനജീവിതത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ
നമ്മുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാൻ, ജനങ്ങളുടെ ക്രയശേഷി വർദ്ധിപ്പിക്കാൻ എല്ലാം കഴിയുന്ന രൂപത്തിൽ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സഹകരണ മേഖലയും സംയുക്തമായി ഏറ്റെടുക്കുന്ന ഭാവനാസമ്പന്നമായ പദ്ധതികളെ കുറിച്ച് ചർച്ചകൾ ഉയർന്നു വന്നു, ക്രിയാത്മക നിർദ്ദേശങ്ങൾ വന്നു. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു നവകേരളം കെട്ടിപ്പടുക്കുന്ന രംഗത്ത് സഹകരണ മേഖലയുടെ പങ്ക് നിർവഹിച്ചുകൊണ്ട് തന്നെ ഈ മേഖലയുടെ വളർച്ചയ്ക്കും വികാസത്തിനും വഴിയൊരുക്കുന്ന തരത്തിൽ നമുക്കെല്ലാം ചേർന്ന് അടങ്ങാത്ത ആവേശത്തോടും ഒടുങ്ങാത്ത ഊർജ്ജസ്വലതയോടും ഭാവി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങാൻ നമ്മുടെ 21ാമത് സഹകരണ വാരാഘോഷത്തിന്റെ സന്ദേശം ഉയർത്തിക്കൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു ജില്ലയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു വ്യവസായ പാർക്ക് എന്ന ലക്ഷ്യത്തിലേക്കാണ് തങ്ങളുടെ യാത്രയെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. ഒരു വർഷം കൊണ്ട് 31 സ്വകാര്യ വ്യവസായ പാർക്കുകൾ വന്നതുപോലെ ഏറ്റവും ചുരുങ്ങിയത് ഒരു ജില്ലയിൽ ഉണ്ടെങ്കിലും അങ്ങനെ 14 പാർക്കെങ്കിലും നമുക്ക് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് ആരംഭിക്കാൻ കഴിയണം എന്നാണ് വകുപ്പ് ആലോചിക്കുന്നത്. അതോടെ ഒരു കാര്യം കൂടിയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ബഹുമാനായി മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് നമ്മുടെ സംഭരണം ഇന്ത്യയിൽ ഒരു 40-45% ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ സംഭരണ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ചീഞ്ഞു നശിച്ചു പോവുകയാണ്. 2520 കോടിയാണ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിന് കേരളത്തിന് കേന്ദ്ര വിഹിതമായിട്ടുള്ളത്. എന്നാൽ അത് വേണ്ടത്ര സഹകരണ പ്രസ്ഥാനം ഇപ്പോഴും ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല. നിങ്ങൾ എല്ലാവരും കളമശ്ശേരി എന്റെ മണ്ഡലത്തിൽ നിന്നാണ് എന്നതുകൊണ്ടുകൂടി ഇവിടെ ഞങ്ങൾ കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി എല്ലാ സഹകരണ ബാങ്കുകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് വന്നു. 2 കോടി രൂപ നബാർഡ് വഴി കേരള ബാങ്ക് നിർവഹണ ഏജൻസി വായ്പ എടുത്ത് 1% ഇവിടെ കൂട് സംസ്കരണം, കൂടിന്റെ നല്ലൊരു സംവിധാനം, ഒപ്പം തന്നെ കൂവയുടെ പൊടി ഉണ്ടാക്കുന്നത് അരൂറിന്റെ ആലങ്ങാട് ശർക്കര കരിമ്പ് വളരെ മണ്ണുണ്ടായതാണ്. വീണ്ടും ആലങ്ങാട് ശർക്കര ഒരു ബാങ്ക്. അങ്ങനെ എല്ലാ ബാങ്കുകളും ഇപ്പൊ 9 ബാങ്കുകൾ ഈ പദ്ധതിയുമായി ചേർന്ന് ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ നബാർഡിന്റെ ഫണ്ട് വിനിയോഗിച്ചിരുന്നത് എല്ലാ ബാങ്കുകളും വിനിയോഗിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ പച്ചക്കറികളെല്ലാം ഇവിടെ തന്നെ സൂക്ഷിക്കുന്നതിനും വില കൂടുമ്പോൾ വിൽക്കുന്നതിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്നതിനും സഹായകരമായിരിക്കും. അതും എല്ലാവരും ഉപയോഗിച്ച് കൂടുതൽ ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങൾ കൂടി കേരളത്തിൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സഹകരണ മേഖല കേരളത്തിന്റെ എല്ലാ മേഖലയിലും നൽകിക്കൊണ്ടിരിക്കുന്ന നിസ്തുലമായ സംഭാവനകൾക്ക് നിങ്ങളെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു നാടിന്റെ വളർച്ചയ്ക്ക് സഹകരണ സംഘങ്ങളും സ്ഥാപനങ്ങളും വഹിക്കുന്ന പങ്ക് ചില്ലറയല്ല. അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന സഹകരണ യൂണിയനും പ്രതിനിധികൾക്കും എക്കാലവും നമ്മുടെ നാടിന് മുന്നോട്ട് നയിക്കാൻ കഴിയട്ടെ.